ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിന്ന് കിസാൻ വികാസ് പത്ര എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓഫീസൽ സ്കീമിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് നമ്മളൊരു തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നമുക്കത് ഇരട്ടിയായി ലഭിക്കുന്ന ഒരു സ്കീമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പണ്ട് കണ്ടുവന്നിരുന്ന ഒരു പറ്റിക്കൽ പോലെ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ കിട്ടും എന്നുള്ളതല്ല ഈ സ്കീമിൽ നമ്മളോട് പറയുന്നത്. നമ്മളൊരു തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷമാണ് നമുക്ക് ഈ തുക ഇരട്ടിയായി ലഭിക്കുന്നത്. നമുക്ക് 1000 രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഈ സ്കീം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 1000 രൂപ മുതൽ ഒരു എൻഡ് പറഞ്ഞിട്ടില്ല, എത്ര രൂപ വേണേലും നിക്ഷേപിക്കാം. നമ്മൾ ഏത് തുകയാണോ നിക്ഷേപിക്കുന്നത് ആ തുക ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഇരട്ടിയായിട്ടാണ് ലഭിക്കുന്നത്. ഈ പറയുന്ന കാലയളവ് എന്ന് പറയുന്നത് 9.5 വർഷം അല്ലെങ്കിൽ 115 മാസമാണ്. ഈ 115 മാസങ്ങൾക്ക് ശേഷം നമുക്കിത് വിഡ്രോ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇരട്ടിയായിട്ടുള്ള തുകയായിട്ടാണ് വിഡ്രോ ചെയ്യാൻ കഴിയുന്നത്. 1988 മുതൽ തന്നെ ഈ സ്കീം നിലവിലുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതെല്ലാവരും അറിഞ്ഞ് വിപുലമായി ചെയ്തു വരുന്നത്. ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു പ്രശ്നം ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ 2014 ശേഷം ഇതിൽ പണം നിക്ഷേപിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് പറയുന്നുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുന്നവർ പാൻ കാർഡ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യണം. 10 ലക്ഷം രൂപയുടെ മുകളിൽ സബ്മിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവരുടെ സാലറി സ്ലിപ്പുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും IT രേഖകളും മുതലായവ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു നിശ്ചിത കാലയളവിലേക്കാണ് ഈ തുക സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഇത് നമുക്കൊരു 3 സ്കീമായിട്ട് എടുക്കാൻ കഴിയും. സിംഗിൾ ഹോൾഡർ ടൈപ്പ്, ജോയിന്റ് എ ടൈപ്പ്, ജോയിന്റ് ബി ടൈപ്പ്. സിംഗിൾ ഹോൾഡർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പേരിൽ തന്നെ നിക്ഷേപിക്കുന്നതിനാണ് സിംഗിൾ ഹോൾഡർ ടൈപ്പ് എന്ന് പറയുന്നത്. ജോയിന്റ് എ ടൈപ്പ് എന്ന് പറയുന്ന 2 വ്യക്തികൾ ചേർന്ന് ഒരു തുക നിക്ഷേപിക്കുന്നതിനെയാണ് ജോയിന്റ് എ ടൈപ്പ് എന്ന് പറയുന്നത്. ജോയിന്റ് ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ ചേർന്ന് വേറൊരു വ്യക്തിയുടെ പേരിലാണ് പൈസ നിക്ഷേപിക്കുന്നത് എങ്കിൽ അതിനെയാണ് ജോയിന്റ് ബി ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം നോമിനി ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് നോമിനിയെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ അപേക്ഷിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. അപേക്ഷകന് 18 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായിരിക്കണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾക്ക് വേണമെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിയുടെ പേരിൽ നിക്ഷേപിക്കാവുന്നതാണ്. അതിനും ഇവിടെ നമുക്ക് ഒരു സൗകര്യം തരുന്നുണ്ട്. 18 വയസ്സ് തികഞ്ഞ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വീട്ടിലേറ്റവും താഴെയുള്ള വ്യക്തിയുടെയോ പേരിലൊക്കെ നമുക്ക് ഈ തുക നിക്ഷേപിക്കാവുന്നതാണ്. നമ്മൾ ഈ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നമുക്ക് എന്താണ് സേഫ്റ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഇത് സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഇത് നമുക്ക് തരും. ഒരു എന്താ പറയുക, എഗ്രിമെൻ്റ് പോലത്തെ ഒരു പേപ്പർ തരും. ഇത് 1000, 2000, 5000, 50,000 അങ്ങനെയുള്ള പേപ്പറുകളായിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് ഈ കിട്ടുന്ന പേപ്പർ നമ്മൾ സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കാലയളവ് കഴിയുമ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈവൻലി നമ്മുടെ ഈ പറയുന്ന പണം നിക്ഷേപിച്ച ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോമിനിക്ക് ഈ തുകയ്ക്ക് അവകാശം ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു ഇതിന് വിഡ്രോ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മിനിമം 30 മാസങ്ങൾക്ക് ശേഷമേ വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ ഈ പലിശ തുകകളൊന്നും നമുക്ക് കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 7.5% പലിശ നിരക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പദ്ധതി പൂർത്തിയാവുന്ന കാലയളവാകുമ്പോൾ കറക്റ്റ് നമുക്ക് ഇരട്ടി തുകയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. 115 മാസമാണ് നമുക്ക് തുകയായിട്ട് 115 മാസമാണ് കാലയളവായിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു പ്ലാൻ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പേരിൽ നിക്ഷേപിച്ചു, നമുക്ക് വേറൊരാളുടെ പേരിലേക്ക് മാറ്റി നിക്ഷേപിക്കാനൊക്കെ കഴിയുന്നതാണ്. പക്ഷെ മാറ്റി നിക്ഷേപിക്കുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ രക്തബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നോമിനി ആയിട്ട് വരുന്ന ഭാര്യ, മക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കിത് മാറ്റി കൊടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മളൊരു തുക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മളെ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കുക. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾക്ക് നമുക്കത് സോഫ്റ്റ് കോപ്പി ആയിട്ട് മെയിലിലേക്ക് അയച്ചു വാങ്ങാനും കഴിയുന്നതാണ്. ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഈ കാലയളവിന് ശേഷം നമുക്കത് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ തുക വിഡ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൽ മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തുക ഈ സ്ലിപ്പ് വേണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ലോണുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഒരു ഡിമാൻഡായിട്ട് നമുക്കിത് കൊടുക്കാൻ കഴിയും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്.
നമുക്കൊരു തുക നമുക്ക് ആവശ്യമില്ലാത്ത ഒരു തുക, നമ്മുടെ ആവശ്യമില്ലാത്ത തുകകളില്ല, എന്നാലും നമ്മുടെ കയ്യിലൊരു തുക ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സ്ഥലത്ത് നിക്ഷേപിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിന് ശേഷം അത് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചടിക്കാൻ ലഭിക്കുന്ന ഒരു സ്കീമാണിത്. നിങ്ങൾക്കെല്ലാം ഈ സ്കീമിൽ ചേർന്നുകൊണ്ട് നിങ്ങളുടെ തുക ഇരട്ടിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ടോ നിങ്ങൾക്ക് ഈ സ്കീം കിസാൻ വികാസ് പത്ര KPP എന്ന് പറയും, ഈ സ്കീം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഓയിലാണ്, നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്തു വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു വൈദ്യുരുണ്ടാക്കുന്ന ഒരു ഓയിലാണ്. നല്ല റിസൾട്ട് തരുന്ന ഒരു ഓയിലാണ്. നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മീഷോയിൽ ഇത് അവൈലബിൾ ആണ്. മീഷോൻ്റെ ലിങ്ക് ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. വളരെ ചെറിയ തുകയാണ് വരുന്നുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് 100% റിസൾട്ടാണ് അവർ അഷ്യൂർ ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിൽക്കും. നമുക്കൊരിക്കലും ഒരു ചൊട്ടയായ ഒരു വ്യക്തിയുടെ തലയിൽ മുടി വരുമെന്ന് നമുക്ക് അത്ര അഷ്യൂർ ചെയ്യാൻ കഴിയില്ല, പക്ഷേ മുടി കൊഴിച്ചിൽ 100% നിൽക്കുന്നുണ്ട്. അതുപോലെ താരൻ, അതേപോലെ തന്നെ വെള്ളമുടികൾ, പുതിയ അകാലനര, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്കുള്ള മാറ്റമുണ്ട്. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി, താങ്ക്സ്.